കൾച്ചറൽ ഫാഷിസം യഥാർത്ഥത്തിൽ ഏഹ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ജൂതരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ള നാസി ജർമ്മനി ആ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ഒരു യുവാവ് ചോദിച്ചു അത്രേ, ജൂതർ മനുഷ്യരല്ലേ, അവരെ ഇങ്ങനെ ക്രൂരമായി ആക്രമിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു വന്ന്. ആ സമയത്ത് ജോസഫ് ഗീബൽസ് പറഞ്ഞ വാക്കുകൾ, യഹൂദർ മനുഷ്യരല്ല, അവർ ജീർണതയുടെ പ്രതിരൂപങ്ങളായ പിശാചുക്കളാണ്. ഈ വരി ശരിക്കും തന്നെ സാംസ്കാരിക ഫാസിസത്തിന്റെ ഒരു തലമാണ്. അതായത് എതിരാളികളും ശത്രുക്കളുമാണ് എന്ന് അവർ തീരുമാനിച്ചു വെച്ച ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ ആളുകളുടെ മനസ്സുകളിൽ വെറുപ്പുണ്ടാക്കുന്ന വിധമുള്ള പ്രചാരണം, അത് എല്ലാ തലങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവർ ചെയ്യാറുള്ളത്. നമുക്കറിയാം, അമേരിക്കയിലെ കറുത്ത വർഗത്തിൽപ്പെട്ട ആളുകളെ വെള്ളക്കാർക്ക് കൂടുതൽ വെറുപ്പുണ്ടാക്കുന്ന വിധമുള്ള പ്രചാരണങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടായി. അതിന് നിരന്തരമായി കറുത്ത വർഗം എന്ന് പറയുന്നത് മനുഷ്യരല്ല എന്നും, അതേപോലെ തന്നെ കറുപ്പ് എന്ന് പറയുന്ന നിറം അത് വൃത്തികെട്ടതാണ് എന്നുള്ള പ്രചാരണങ്ങളൊക്കെ വെള്ളക്കാർ നടത്തിക്കൊണ്ടേയിരുന്നു. അവസാനം പിന്നീട് ആ കറുത്ത വർഗ്ഗക്കാർക്ക് തന്നെ അവരെ കുറിച്ച് തന്നെ തോന്നിപ്പോയി, യഥാർത്ഥത്തിൽ ഞങ്ങൾ മനുഷ്യരല്ല, അതേപോലെ ഈ കറുപ്പ് എന്ന് പറയുന്നത് വൃത്തികെട്ട ഒരു നിറമാണ് എന്ന്. യഥാർത്ഥ ഈ നിലക്കുള്ള ഒരു പ്രചാരണം, ഒരു കൾച്ചറൽ ഫാസിസം എന്ന് പറയുന്നത് ഇങ്ങനെ അവരെ അരികുവൽക്കരിക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ അവർ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയും അവർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയെ എല്ലാ നിലക്കുമുള്ള പ്രചാരണങ്ങളും ഉപയോഗപ്പെടുത്തി ഈ നിലക്ക് ആക്രമണത്തിന് വിധേയമാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ കൾച്ചറൽ ഫാസിസം. അതിനുവേണ്ടി നമുക്കറിയാം, ഇപ്പൊ ജോസഫ് ഗീബൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ അഡോൾഫ് ഹിറ്റ്ലറിന്റെ പ്രചാരണ മന്ത്രിയാണ്. അയാളാണ് പ്രചാരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അയാള് ഈ അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഓരോ ജന്മദിനത്തിലും അയാൾ സംസാരിക്കുന്ന ഒരു പ്രഭാഷണമുണ്ട്. ലോകം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുവെന്നാണ്. അയാളുടെ നാവിൽ നിന്ന് അടർന്നു വീഴുന്ന ഓരോ വാക്കുകളും കളവായിരുന്നിട്ട് പോലും അത് സത്യം പോലെ അവതരിപ്പിക്കാൻ അയാൾക്ക് സാധിച്ചിരുന്നു എന്ന് ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ഇതേപോലെ സമാനമായി കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഇതേപോലെ സാംസ്കാരിക രംഗത്തുള്ള ഓരോ പ്രചാരണ ആയുധങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഇഷ്ടമല്ലാത്ത അവർക്ക് ഇഷ്ടമല്ലാത്ത ആശയം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഭീഷണിയാണെന്ന് തോന്നുന്ന ഒരു സമുദായത്തെ ഉന്മൂലനത്തിന് വേണ്ടിയുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലും അത്തരം സാംസ്കാരികമായ ഒരു അധിനിവേശം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. മീഡിയകള്, അതുപോലെ സിനിമകള്, എഴുത്തുകള്, അതുപോലെ തന്നെ ഇതേപോലെയുള്ള അന്ത്യചർച്ചകളിൽ അവർ സംസാരിക്കുന്ന സംസാരങ്ങൾ ചില കൾട്ടുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ചില നരേറ്റീവ് ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ അവരുടെ മനസ്സുകളിലേക്ക് നിരന്തരമായി കളവ് പറഞ്ഞ് പകർന്നു നൽകി ആ നിലക്ക് ഒരു സമുദായത്തെ വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അത് നമുക്ക് നമുക്കറിയാം, കേരളത്തെ കുറിച്ച് തന്നെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമകൾ, അതേപോലെ തന്നെ ചില ലേഖനങ്ങൾ, കേരളത്തിൽ തന്നെയുള്ള ചില ചാനലുകൾ ഒക്കെ യഥാർത്ഥത്തിൽ അതിക്രൂരമായ വർഗീയ വിഷം വമിക്കുന്ന വിധമുള്ള സംസാരവും പ്രചാരണം നടത്തുക, ഈ നിലക്കുള്ള സാംസ്കാരിക തലങ്ങളിൽ തന്നെ ഒരു പ്രത്യേകമായ ഒരു രൂപം ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെ അരികുവൽക്കരിക്കാൻ, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ എന്നല്ല, ദളിതരടക്കം അരികുവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ഈ നിലക്കുള്ള ഒരു പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ന് കാണാൻ സാധിക്കും.